ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. സീതാസ്വയംവരം മുതൽ ബാലകാന്ഡം സമാപ്തം വരെയുള്ള ഭാഗങ്ങളുടെ അർത്ഥം. സീതാസ്വയംവരം. ഇതെല്ലാം കണ്ട് ആനന്ദം പൂണ്ട വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു, സമയം കളയാതെ നമുക്ക് മിഥിലയിലേക്ക് പോകാം. യാഗവും മഹാദേവ ചാപവും കണ്ട് ഉടൻ അയോധ്യയിൽ ചെന്ന് അച്ഛനെ കാണാം. ഇങ്ങനെ പറഞ്ഞ് ഗംഗ കടന്ന് അവർ മിഥിലയിൽ എത്തിച്ചേർന്നു. മുനിവരനായ വിശ്വാമിത്രൻ ആശ്രമകവാടത്തിൽ എത്തിയെന്ന വാർത്ത കേട്ട് സന്തുഷ്ടനായ ജനകൻ സംഭ്രമത്തോടെ പൂജാദ്രവ്യങ്ങളും എടുത്ത് കുലഗുരുവിനെയും കൂട്ടി ഭക്തിയോടെ പൂജിച്ചു. ആചാരമര്യാദകൾ പാലിച്ചു നിന്ന രാമലക്ഷ്മണന്മാരെ കണ്ടു. സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിച്ചു നിൽക്കുന്ന അവരെ കണ്ട് ജനകൻ ചോദിച്ചു, കാമദേവൻ പോലും കൈകൂപ്പി പോകുന്ന സൗന്ദര്യത്തോടു കൂടിയ ഈ കുമാരന്മാർ ആരാണ് എന്ന് അരുളി ചെയ്താലും നരനാരായണന്മാരാണോ നരന്മാരായി കാണപ്പെടുന്നത്? ഇത് കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, എൻ്റെ വാക്കുകൾ വിശ്വസിച്ചാലും ദശരഥപുത്രന്മാരിൽ മൂത്തവനായ ശ്രീരാമനും മൂന്നാമനായ ലക്ഷ്മണനുമാണ് ഇവർ. എൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നു. കാട്ടിൽ പ്രവേശിച്ചപ്പോൾ വന്നു ചേർന്ന താടകയെ ഒറ്റ ശരം കൊണ്ട് അവൻ കൊന്നു. പേടിയില്ലാതെ വൃദ്ധാശ്രമത്തിൽ പ്രവേശിപ്പിച്ച് യാഗരക്ഷ ചെയ്തു. രാമൻ്റെ പാദകമലങ്ങളിലെ പൊടിയുടെ സ്പർശം കൊണ്ട് അഹല്യയ്ക്ക് മോക്ഷം ലഭിച്ചു. ശൈവജാപം കാണാൻ ഇവർക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, അങ്ങ് അത് സാധിച്ചു കൊടുത്താലും. വിശ്വാമിത്രൻ്റെ വാക്യം കേട്ട് ജനകൻ കുമാരന്മാരെ യഥാർഹം പൂജിച്ചു. പൂജാർഹന്മാരായ കുമാരന്മാരെ കണ്ട് മനസ്സിൽ സന്തോഷം നിറഞ്ഞ ജനകൻ തൻ്റെ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ശൈവജാപം വരുത്തിയാലും. ഇത് കേട്ട് മന്ത്രി പോയപ്പോൾ ജനകൻ കൗശികനോട് പറഞ്ഞു, ദശരഥപുത്രനായ രാമൻ വില്ലുവലിച്ചു കൊലച്ചാൽ എൻ്റെ മകൾക്ക് ഇവൻ വല്ലവനായിത്തീരും തീർച്ച. വിശ്വാമിത്രൻ പറഞ്ഞു, എല്ലാം ഈശ്വര നിശ്ചയം. വില്ലുവരുത്തുക. ചാപവാഹകന്മാരും 5000 കിങ്കരന്മാരും കൂടി ഹൂങ്കാരത്തോടെ ശൈവജാപം കൊണ്ടുവന്നു. മണികൾ, രത്നങ്ങൾ, വസ്ത്രം ഇവയാൽ വിഭൂഷിതമായ ത്രയ്യംബകം കണ്ടാലും എന്ന് ജനകൻ പറഞ്ഞു. ചന്ദ്രശേഖരൻ്റെ വില്ല് കണ്ട് രാമൻ സന്തോഷത്തോടെ വന്ദിച്ചു. വില്ലെടുക്കാമോ, കുലയ്ക്കാമോ, വലിക്കാമോ എന്ന രാമൻ്റെ ചോദ്യത്തിന് ഉത്തരമായി വിശ്വാമിത്രൻ പറഞ്ഞു, ഇതുമൂലം മംഗളം സംഭവിക്കും, ആകുന്നതെല്ലാം ചെയ്തോളൂ. ഇത് കേട്ട് രാമൻ പതുക്കെ ചെന്ന് ചാപം കണ്ടു. ജ്വലിച്ച തേജസ്സോടെ വില്ലെടുത്ത് തൊടുത്ത് മുറിച്ചു. ആ ശബ്ദം 14 ലോകങ്ങളിലും മാറ്റൊലി കൊണ്ടു. ജനങ്ങൾ അതിശയിച്ചു. ദേവകൾ ആനന്ദതുന്തിലരായി ആട്ടവും പാട്ടും വാദ്യഘോഷങ്ങളും വൃഷ്ടിയും നടത്തി. ദേവന്മാർ ദേവദേവനെ സേവിച്ചു. അപ്സര സ്ത്രീകൾ വിവാഹത്തിനുള്ള പുറപ്പാട് കണ്ട് സന്തോഷിച്ചു. ജനകൻ ജനമധ്യത്തിൽ വെച്ച് രാമനെ ആലിംഗനം ചെയ്തു. വില്ല് മുറിഞ്ഞപ്പോഴുണ്ടായ ഇടിനാദം പോലുള്ള ശബ്ദം കേട്ട് രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ നടുങ്ങി. സീത മയിൽപ്പേടയെപ്പോലെ സന്തോഷിച്ചു. വിശ്വാമിത്രനും മനസ്സിൽ സന്തോഷിച്ചു. പരിചാരികമാരും അമ്മമാരും ചേർന്ന് മൈഥിലിയെ അണിയിച്ചൊരുക്കി. സ്വർണ്ണവർണ്ണത്തോടു കൂടിയ സുന്ദരിയായ മൈഥിലി സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ശ്രീരാമൻ്റെ മുമ്പിൽ വിനീത വിവശയായി നിന്ന് ആദ്യം തന്നെ കണ്ണോളാകുന്ന കരിങ്കൂവളപ്പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്തിയിട്ട് പിന്നാലെ ഭരണമാല്യവും ചാർത്തി. നീലോത്പല കാന്തിയോടുകൂടിയ രാമൻ മാല ധരിച്ച് അതീവ ശോഭിച്ചു. ഭൂസുതയ്ക്ക് അനുരൂപനായി ശോഭിക്കുന്ന രാജകുമാരനെ കണ്ടവർ ആനന്ദാബ്ദിയിൽ ആറാടി. മാനവവീരൻ നീണാൾ വാഴട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു. ഇനി സമയം കളയാതെ ദശരഥ മഹാരാജാവിനെ വരുത്താൻ ദൂതന്മാർ വശം സന്ദേശമയക്കണം എന്ന് ജനകൻ വിശ്വാമിത്രനോട് പറഞ്ഞു. ദശരഥ മഹാരാജാവിന് വിശ്വാസം വരുന്ന രൂപത്തിൽ കഥകളെല്ലാം എഴുതി ദൂതന്മാരെ അയച്ചു. അയോധ്യയിൽ ചെന്ന് രാജാവിനെ കണ്ട് കത്തുകൊടുത്തു. സന്ദേശം കണ്ട ദശരഥൻ സംശയമില്ല, ഉടനെ പുറപ്പെടാം എന്ന് കൽപ്പിച്ചു. കുലഗുരുവായ വസിഷ്ഠനും അരുന്ധതി സമേതനായി പുറപ്പെട്ടു. കൗസല്യാദികളായ പത്നിമാരോടും ഭരതശത്രുഘ്നന്മാർ മുതലായ മക്കളോടും ചതുരംഗസേനയോടും കൂടി വാദ്യഘോഷങ്ങളോടെ ദശരഥൻ മിഥിലയിലെത്തി. കുലഗുരുവായ ശതാനന്ദനോടൊപ്പം ചെന്ന് ജനകൻ അവരെ എതിരേറ്റു. വസിഷ്ഠനെയും പത്നിയെയും പൂജാദ്രവ്യങ്ങൾ കൊണ്ടും ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടും സൽക്കരിച്ചു. രാമലക്ഷ്മണന്മാർ പിതാവിനെയും അമ്മമാരെയും വസിഷ്ഠമുനിയുടെ പാതാരബിന്ദങ്ങളെയും വണങ്ങി. അനുജന്മാർ ശ്രീരാമപാദങ്ങളിൽ വന്ദിച്ചു. ഭരതനെ ലക്ഷ്മണനും ലക്ഷ്മണനെ ശത്രുഘ്നനും തൊഴുതു. ശ്രീരാമനെ മാറോട് ചേർത്ത് പുണർന്ന് ലക്ഷ്മണനെയും ആശ്ലേഷിച്ചു ദശരഥൻ. ജനകൻ ദശരഥൻ്റെ കൈപ്പിടിച്ച് സാമോദം മധുരമായി പറഞ്ഞു, എനിക്ക് 4 പുത്രിമാരുണ്ട്, അങ്ങേക്ക് 4 പുത്രന്മാരും. അതുകൊണ്ട് 4 പേരുടെയും വിവാഹം ഒരുമിച്ച് നടത്താം. വസിഷ്ഠനും ശതാനന്ദനും വിശ്വാമിത്രനും കൂടി 4 വിവാഹത്തിനുള്ള മുഹൂർത്തവും കുറിച്ചു.
മനോഹരമായ വിവാഹമണ്ഡപം തീർത്ത് മുത്തുമാലകളും പുഷ്പഫലങ്ങളും തൂക്കി. രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച തൂണുകളിൽ തോരണം തൂക്കി. രത്നം പതിച്ച സ്വർണ്ണപീഠത്തിൽ ശ്രീരാമപാദങ്ങൾ ഭക്തിപുരസ്സരം കഴുകി. വാദ്യഘോഷാന്വിതമായി ഹോമം നടത്തി ജനക മഹാരാജാവ് തൻ്റെ പുത്രി സീതയെ ശ്രീരാമന് നൽകി. ബ്രഹ്മമഹേശ്വരാദികൾ ശിരസാധരിക്കുന്ന ശ്രീരാമപാദതീർത്ഥം ശിരസിൽ വഹിച്ച് സന്തുഷ്ടനായി തീർന്നു ജനകനും. ഊർമിളയെ ലക്ഷ്മണൻ വിവാഹം കഴിച്ചു. ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഭാര്യമാരായി എല്ലാവരും സന്തോഷത്തോടെ വാണരുളി. വിശ്വാമിത്രനോടും വസിഷ്ഠനോടുമായിട്ട് ജനകൻ പറഞ്ഞു, എൻ്റെ മകളായ സീതയുടെ ചരിത്രം ഞാൻ നാരദനിൽ നിന്ന് കേട്ടിട്ടുണ്ട്. യാഗത്തിനു വേണ്ടി ഭൂമി ഉഴുതപ്പോൾ ഒരു ദിവ്യ കന്യകയെ കിട്ടി. ഉഴവുചാലിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അവൾക്ക് സീത എന്ന് പേരിട്ടു. എൻ്റെ മകളായി അവളെ വളർത്തി. ഒരു ദിവസം നാരദമുനി വന്നു പറഞ്ഞു, ഭഗവാൻ നാരായണൻ ദേവന്മാരുടെ കാര്യം സാധിച്ചു കൊടുക്കുന്നതിനു വേണ്ടി രാവണനെ വധിക്കുന്നതിന് മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിൽ സൂര്യവംശത്തിൽ രാമനായി അവതരിച്ചിരിക്കുന്നു. യോഗേശ്വരൻ മാനുഷവേഷം പൂണ്ട കാലത്ത് മായാദേവിയും മനുഷ്യവേഷത്തിൽ അങ്ങയുടെ ഗ്രഹത്തിൽ ജനിച്ചിരിക്കുന്നു. മരിക്കാതെ സീതയെ രാമന് നൽകണം. ഇത്രയും പറഞ്ഞ് നാരദൻ മറഞ്ഞു. ഭക്തിയോടെ ഞാൻ എൻ്റെ മകൾ സീതയെ വളർത്തി. എങ്ങനെയാണ് സീതയെ രാമന് കൊടുക്കേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കെ ശിവാനുഗ്രഹം കൊണ്ട് എൻ്റെ മനസ്സിൽ ഒന്നു തോന്നി. ശൈവജാപം മുറിക്കുന്നവനായിരിക്കും എൻ്റെ മകളുടെ ഭർത്താവ് എന്നൊരു പന്തയം മനസ്സിൽ വെച്ച് അതനുസരിച്ച് രാജാക്കന്മാരെ വരുത്തി. വില്ലെടുക്കാൻ കഴിയാതെ അഹങ്കാരമടങ്ങി അവ തിരികെ പോയി. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ചെന്താമരാക്ഷനെ ലഭിച്ചു. കാമതുല്യനായ ആദിപുരുഷനെ നോക്കി പിന്നീട് ജനകൻ പറഞ്ഞു, ഇന്ന് എൻ്റെ മനുഷ്യജന്മം സഫലമായി. സൂര്യവംശത്തിൽ കോടി സൂര്യപ്രഭയോടെ വന്ന അങ്ങയെ ശക്തിസ്വരൂപിണിയായ ദേവിയോടൊത്ത് മിന്നലോടുകൂടിയ മേഘം പോലെ കാണാൻ കഴിഞ്ഞതിൽ എൻ്റെ മനസ്സ് സന്തുഷ്ടമാണ്. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ എനിക്ക് എപ്പോഴും ഭക്തി ഉണ്ടാകണം. മോക്ഷം ലഭിക്കുകയും വേണം. അങ്ങയുടെ പാദപങ്കജങ്ങളിലെ ജലം ധരിച്ച് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു. അങ്ങയുടെ പാദപങ്കജത്തിൽ നിന്ന് പുറപ്പെട്ട ജലം ശിരസിൽ ധരിച്ച്, അതായത് ഗംഗ, മഹേശ്വരൻ സംഹാരം നടത്തുന്നു. അങ്ങയുടെ പാദപങ്കജത്തിലെ തീർത്ഥം ധരിച്ച് മഹാബലി ഇന്ദ്രപദം പ്രാപിച്ചു. അങ്ങയുടെ പാദപങ്കജത്തിലെ പൊടിയുടെ സ്പർശം കൊണ്ട് അഹല്യ മോക്ഷം പ്രാപിച്ചു. അങ്ങയുടെ നാമസങ്കീർത്തനം കൊണ്ട് യോഗികൾ ലൗകിക ബന്ധത്തിൽ നിന്ന് മുക്തി നേടുന്നു എന്നും ഈ പാദകമലങ്ങളെ മനസ്സിൽ തോന്നിക്കണമേ. ഇപ്രകാരം ഓരോന്നും പറഞ്ഞുകൊണ്ട് ജനകൻ സീതയ്ക്കായി വലിയ ധനസമ്പത്ത് ദാനം ചെയ്തു. 600 ആനകൾ, 10,000 തേര്, 100,000 അശ്വങ്ങൾ, 1,00,000 കാലാൾപ്പട, 300 ദാസികൾ, പലതരം ദിവ്യങ്ങളായ വസ്ത്രങ്ങൾ, 100 കോടി ഭാരം വരുന്ന സ്വർണം, ഇങ്ങനെ ബഹുവിധം ദാനം സീതാദേവിക്ക് കൊടുത്തു. രാമൻ സന്തോഷത്തോടെ അവ സ്വീകരിച്ചു. വസിഷ്ഠാദി മഹർഷിമാരെ യഥാവിധി പൂജിച്ച് രാമൻ അവരെ നമസ്കരിച്ചു. സുമന്ത്രാദികളായ മന്ത്രിമാർക്കും യഥേഷ്ടം സമ്മാനങ്ങൾ നൽകി ദശരഥൻ പുറപ്പെടാൻ ആരംഭിച്ചു. ജനകൻ സ്വപുത്രിയെ ഗാഠമാശ്ലേഷിച്ച് പതിവ്രതാ ധർമ്മങ്ങൾ ഉപദേശിച്ചു. ധർമ്മതാരങ്ങളോടൊപ്പം രാമൻ പുറപ്പെട്ടു. മൃദംഗം, പെരുമ്പറ, മദ്ദളം മുതലായ വാദ്യഘോഷങ്ങൾ മുഴങ്ങി. മൃദുനാദങ്ങൾ ഉതിർക്കുന്ന വീണ, കൊമ്പ്, കുഴൽ എന്നിവയും ശബ്ദിച്ചു. ശൃംഗാരരസത്തെ ദ്യോതിപ്പിക്കുന്ന വേഷഭൂഷണങ്ങളോടും ചതുരംഗപ്പടയോടും അച്ഛൻ, അമ്മമാർ, സഹോദരന്മാർ എന്നിവരോടും താപസശ്രേഷ്ഠന്മാരോടും മന്ത്രിമാരോടും ഭൃത്യന്മാരോടും കൂടി ആനന്ദത്തോടെ അയോധ്യയിലേക്ക് തിരിച്ചപ്പോൾ ആകാശമാർഗത്തിൽ വിമാനങ്ങളും നിറഞ്ഞു നിന്നു. ജനകൻ പിന്നാലെ ചെന്ന് അവരെ യാത്രയാക്കി. വെൺകൊറ്റക്കുട, വെൺചാമരം, ആലവട്ടം, കുടിക്കൂറകൾ നിറഞ്ഞ കൊടിമരങ്ങൾ എന്നിവ നിറഞ്ഞ വഴിയിലൂടെ കുങ്കുമം, ചന്ദനം, കസ്തൂരി എന്നിവയുടെ ഗന്ധവും പേറിയവർ 3 യോജന പിന്നിട്ടപ്പോൾ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. ഇനി ഭാർഗവ ഗർഭശമനം. ദശരഥൻ ഉടനെ വസിഷ്ഠനോട് ദുർനിമിത്തങ്ങളുടെ കാരണം അന്വേഷിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, ഇപ്പോൾ ചെറിയൊരു ഭീതിയും പിന്നീട് അഭയവും ഉണ്ടാകും. ഒന്നും പേടിക്കാനില്ല. ദുഃഖിക്കുകയും വേണ്ട. കീർത്തി വർദ്ധിക്കും.